DGP ഷെയ്ഖ് ദർവേഷ് സാഹിബുമായുള്ള ഭൂമി ഇടപാടിൽ കരാർ എഴുതിയത് 1 വർഷം മുൻപെന്ന് പരാതിക്കാരൻ ഉമർ ഷെരീഫ് 3 തവണയായാണ് 30 ലക്ഷം രൂപ നൽകിയത്. സ്ഥലത്തിന് ബാധ്യതയുണ്ടായിരുന്നു എന്ന കാര്യം ആദ്യം DGP പറഞ്ഞിരുന്നില്ല. ബാധ്യതയില്ല എന്നാണ് കരാറിൽ പറഞ്ഞിരുന്നതെന്നും ഉമർ ഷെരീഫ് 24-നോട് പ്രതികരിച്ചു. ടോട്ടൽ എമൗണ്ട് 74 ലക്ഷം രൂപയാണ് കരാർ പറഞ്ഞ് സമ്മതിച്ചത്. അതിൻ്റെ കരാർ എഴുതിയത് കഴിഞ്ഞ വർഷം ജൂൺ 22-ാം തീയതിയാണ് കരാറായത്. അന്നേ ദിവസം തന്നെ 15 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് SBI ആൽത്തറ ബ്രാഞ്ചിലേക്കാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ 15 ലക്ഷം രൂപ റിസീവ് ചെയ്തിട്ടുള്ളായിരുന്നു ഫസ്റ്റിൽ. അപ്പോൾ രണ്ടാമത് കൊടുത്ത 10ഉം മൂന്നാമത് കൊടുത്ത 5ഉം ചേർത്ത് 15 ലക്ഷം രൂപ റിസീവ്ഡ് 15 ലാക്സ് ടോട്ടൽ 30 ലാക്സ് എന്ന് DGP തന്നെ ഒറിജിനൽ എഗ്രിമെൻറ്റിൻ്റെ പുറകുവശത്ത് പുള്ളിയുടെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഈ 30 ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം വീണ്ടും 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അപ്പോൾ ഒറിജിനൽ ഡോക്യുമെൻ്റ് കാണണമെന്ന് പറഞ്ഞു. ഒറിജിനൽ ഡോക്യുമെൻ്റ് കാണിക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ടാണ് ഞാൻ ആ പർട്ടിക്കുലർ ബാങ്ക് അക്കൗണ്ട് നമ്പർ ട്രേസ് ചെയ്ത് ആ ബ്രാഞ്ചിൽ പോയിട്ട് അന്വേഷിച്ചത്. അപ്പോഴാണ് അറിയുന്നത് അവിടെ 26 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ലയബിലിറ്റി ഉണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഇതിൽ നടന്ന ഒത്തുതീർപ്പ് ഇടപാടുകളുടെ ഒക്കെ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്നത്? വിജയകുമാർ, ഇപ്പൊ ഈ DGP ഇറക്കിയ വിശദീകരണം പൊളിയുകയാണ്, ആ വാദം പൊളിയുകയാണ് ഈ ഷെരീഫിന്റെ പ്രതികരണത്തോടെ. കാരണം ഈ 2023 ജൂൺ 22-നാണ് തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശിയായി ഉമർ ഷെരീഫും ഈ DGPയുടെ ഭാര്യ ഫരീദ ഫാത്തിമയുടെ പേരിലുള്ള ഈ സ്ഥലം വാങ്ങാൻ കരാറായത്. 10.5 സെന്റ് വസ്തു 74 ലക്ഷം രൂപയ്ക്കായിരുന്നു കരാർ. 2 മാസത്തിനകം സ്ഥലം രജിസ്റ്റർ ചെയ്ത് നൽകണമെന്നായിരുന്നു ധാരണ. അതിനെ തുടർന്ന് അഡ്വാൻസായി 30 ലക്ഷം രൂപ DGPക്ക് നൽകി. അത് 25 ലക്ഷം രൂപ 2 തവണയായി അക്കൗണ്ട് വഴിയും 5 ലക്ഷം രൂപ പണമായി DGPയുടെ ഓഫീസിൽ നേരിട്ട് എത്തിച്ചു നൽകിയെന്നാണ് ഷെരീഫ് പറയുന്നത്. എന്നാൽ കൂടുതൽ തുക DGP ആവശ്യപ്പെട്ടതോടെ പരാതിക്കാരൻ ഈ ഭൂമിയുടെ ആധാരം കാണണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഉമർ ഷെരീഫ് സ്വന്തമായി നടത്തിയ അന്വേഷണത്തിലാണ് ഈ SBI ബാങ്കിൽ 26 ലക്ഷം രൂപയുടെ ബാധ്യത ഈ സ്ഥലത്തിനുണ്ടെന്ന് കണ്ടെത്തി. ഇതോടെ ഈ സ്ഥലം വേണ്ട എന്നും അഡ്വാൻസ് നൽകിയ 30 ലക്ഷം രൂപ തിരികെ വേണമെന്നും DGPയോട് ആവശ്യപ്പെട്ടു. പക്ഷേ DGP പ്രതികരിച്ചില്ല. തുടർന്ന് 1 വർഷമായിട്ടും പണം കിട്ടാതായതോടെയാണ് കോടതി വഴിയെ വക്കീൽ മുഖേന നോട്ടീസ് അയച്ചത്. പക്ഷേ ഈ നോട്ടീസിന് മറുപടിയായി DGP പറഞ്ഞത് തനിക്ക് പണം തിരികെ നൽകാൻ കഴിയില്ല, പകരമായി ഈ സ്ഥലം താങ്കൾ എടുത്തോളൂ എന്നാണ്. പക്ഷേ അപ്പോഴേക്കും ഈ ഉമർ ഷെരീഫിന് ഈ സ്ഥലം വേണ്ട, തനിക്ക് പണം തന്നെ അഡ്വാൻസ് ആയി കിട്ടിയ പണം തന്നെ തിരികെ കിട്ടിയാൽ മതി എന്ന നിലപാടാണ് എടുത്തത്. തുടർന്നാണ് കോടതിയിൽ കേസ് കൊടുത്തത്. ഇപ്പോൾ ഈ ജപ്തി നടപടിയിൽ എത്തി നിൽക്കുന്നതും. ഇതിനെ തുടർന്നാണ് DGP വിശദീകരണം നൽകിയത്. ഈ അഡ്വാൻസ് പണം തന്ന ശേഷം കരാറുകാരൻ ഭൂമിയിൽ മതിൽ കെട്ടിയെന്ന് 3 മാസം കഴിഞ്ഞിട്ടും ഈ മുഴുവൻ തുകയും നൽകാത്തതിനെ തുടർന്ന് അഡ്വാൻസ് തിരികെ ചോദിച്ചുവെന്നുമാണ് DGP വിശദീകരണം നൽകിയത്. ഭൂമി വിറ്റിട്ട് പണം നൽകാമെന്ന് അറിയിച്ചുവെന്നും DGP ഇറക്കിയ വിശദീകരണക്കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ വിശദീകരണം എല്ലാം തന്നെ ഈ പരാതിക്കാരൻ നിഷേധിക്കുകയാണ്. ഈ മതിൽ കെട്ടുന്ന കാര്യം DGP അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ കരാർ ഉണ്ടാക്കിയപ്പോൾ ആ കരാറിൽ തന്നെ പറഞ്ഞ് DGP എഴുതി ഒപ്പിട്ട് തന്നതാണ്. അതായത് ഇതിൽ ഒരു ബാധ്യതയും ഇല്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ DGP നടത്തിയത് വഞ്ചനാ കുറ്റമാണ്. കാരണം ബാധ്യതയുള്ള ഒരു സ്ഥലം വിൽക്കാൻ ശ്രമിക്കുന്നത് അത് സംസ്ഥാന പോലീസ് മേധാവി അതിന് നേതൃത്വം നൽകുന്നതിന് ഏറ്റവും ഗൗരവതരമായ വിഷയമാണ്. മാത്രമല്ല ഈ 5 ലക്ഷം രൂപ പണമായി DGPയുടെ ഓഫീസിൽ നേരിട്ടെത്തുന്നതും അതും ക്രമരഹിതമാണ്. അങ്ങനെ ഒരുപാട് ഗൗരവതരമായ വിഷയങ്ങൾ ഈ ഇടപാടിൽ നിലവിലുണ്ട്. സ്ഥലത്തിന് ബാധ്യത ഉണ്ടായിരുന്നു എന്ന കാര്യം DGP മറച്ചുവെച്ചു. ബാധ്യത ഇല്ല എന്ന് കരാറിൽ പറഞ്ഞു. പിന്നീടാണ് ഈ ബാധ്യതയുടെ വിവരങ്ങൾ ഈ ഭൂമി വാങ്ങാൻ വന്നയാൾ ഉമർ ഷെരീഫ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു തരം വഞ്ചന നടന്നു എന്നാണ് പരാതിക്കാരൻ സൂചിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ DGP നൽകിയ വിശദീകരണങ്ങളാകെ പൊളിയുന്നതാണ്. ഇപ്പോൾ പരാതിക്കാരനായ ഉമർ ഷെരീഫിൻ്റെ വാദങ്ങൾ അത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുമ്പോൾ DGPയുടെ വിശദീകരണം ആകെ പൊളിയുകയും ചെയ്യുന്നുണ്ട്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്.